നമസ്കാരം. മരിച്ചത് ഒരു പോലീസുകാരനാണ്. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരോട് പോലും എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യമുള്ള സമൂഹത്തിൽ ജീവിക്കാൻ ഭയം തോന്നുന്നതിൽ ലവലേശം അത്ഭുതമില്ല. കോട്ടയം ഏറ്റുമാനൂരിൽ തട്ടുകടയിൽ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ഡ്രൈവർ ശ്യാം പ്രസാദ് ആണ് ഇന്നലെ മരണപ്പെട്ടത്. അമിതമായ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശ്യാം പ്രസാദ് ചികിത്സയിലിരിക്കെ പുലർച്ചെ 2:30-ഓടെയാണ് മരിച്ചത്. സംഭവത്തിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് പോലീസുകാരന്റെ മരണകാരണം നെഞ്ചിലേറ്റ ഗുരുതര പരിക്ക് മൂലമാണ്. ആക്രമണത്തിൽ വാരിയെല്ലുകൾ ഒടിയുകയും ശ്വാസകോശത്തിൽ ക്ഷതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. പോലീസുകാരനെ ആക്രമിച്ച പെരുമ്പായിക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. MC റോഡിൽ തെള്ളകത്തുള്ള കടയിൽ പുലർച്ചെ 1 മണിയോടെയാണ് അക്രമം ഉണ്ടായത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിബിൻ ജോർജ് തട്ടുകടയിലെത്തി കട ഉടമയുമായി തർക്കമുണ്ടാവുകയും ഇതിനിടയിൽ കോട്ടയത്ത് നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന പോലീസുകാരൻ ശ്യാം പ്രസാദ് കടയിൽ എത്തുകയും ചെയ്തു. പോലീസുകാരനെ മുൻപരിചയമുള്ള കടയുടമ പ്രതി ആക്രമണം നടത്തിയ വിവരം പറഞ്ഞതിനെ തുടർന്ന് ശ്യാം പ്രസാദ് അക്രമം തുടർന്നാൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പ്രതിയോട് പറയുകയും ഇയാൾ കടയുടമയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഇതിൽ പ്രകോപിതനായ പ്രതി ജിബിൻ ജോർജ് ശ്യാം പ്രസാദിനെ മർദ്ദിച്ചു. പോലീസുകാരനെ തള്ളി താഴെയിട്ട ശേഷം പ്രതി ഇയാളുടെ നെഞ്ചത്ത് ചവിട്ടി. രാത്രികാല പെട്രോളിങ്ങിനെത്തിയ പോലീസ് സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടയിൽ ശ്യാം പ്രസാദ് ജീപ്പിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. അമിതമായ ആന്തരിക രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ശ്യാം പ്രസാദ് ചികിത്സയിലിരിക്കെ പുലർച്ചെ 2:30-ഓടെയാണ് മരിച്ചത്. ജിബിൻ ജോർജ് കോട്ടയത്തെ വിവിധ സ്റ്റേഷനുകളിലായി 7 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ സാമൂഹിക വിരുദ്ധരുടെ പട്ടികയിലും ജിബിൻ ജോർജിന്റെ പേര് ഉണ്ട്. എത്രയും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടായിട്ടും ഗുണ്ടകൾ വിലസി നടക്കുന്ന പൊതുനിരത്തിൽ സാധാരണക്കാരുടെ ജീവന് എന്ത് സുരക്ഷിതത്വമാണുള്ളത്? ശക്തമായ നിയമവും അത് പാലിക്കപ്പെടുമെന്ന ഉറപ്പുമുണ്ടെങ്കിൽ മാത്രമേ വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ വിളയാട്ടത്തിന് അവസാനമുണ്ടാകൂ. എന്നാൽ ഗുണ്ടകളോട് അനുഭാവമുള്ള തൽപരകക്ഷികൾ പലരും തലപ്പത്തുണ്ട് എന്നത് തന്നെയാണ് പലരും ആക്രമണത്തിനു ശേഷം സത്സുഖം വാഴുന്നതിന് കാരണം. മനുഷ്യ ജീവിതത്തിന് പുഴുവിന്റെ വില പോലും കൽപ്പിക്കാത്ത ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കണമെങ്കിൽ നിയമം മാത്രം പോരാ, ശിക്ഷിക്കുമെന്ന ഉറപ്പും ഉണ്ടാകേണ്ടതുണ്ട്. ചൂണ്ടിക്കാണിക്കാൻ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു പ്രതിയെങ്കിലും ഉണ്ടാകണം. പൊതുജനത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കാൻ ശ്രമിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരിട്ട ക്രൂരത കണ്ടിട്ടെങ്കിലും സർക്കാർ മാറി ചിന്തിക്കേണ്ടതുണ്ട്. ഗുണ്ടകളെ സംരക്ഷിക്കുന്ന കാവൽ പടയാളികളായി കൊണ്ടു നടക്കുന്ന അധികാര കസേരയിലിരിക്കുന്ന പ്രമുഖർ പൊലിഞ്ഞു പോകുന്ന ഓരോ ജീവനുകൾക്കും കണക്കു പറയണം. കേവലം നാൽക്കാലികളെ പോലെ മനുഷ്യർ വഴിയോരങ്ങളിൽ കത്തിക്കുത്തിനും ആക്രമണത്തിനും ഇരയായി ചത്തുമലച്ചു കിടക്കുമ്പോഴും മൗനം ഭജിക്കുന്നത് യുക്തിയാണോ എന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടത് ആഭ്യന്തരം കൈയാളുന്നവർ കൂടിയാണ്. പൊതുജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനോടൊപ്പം അത് നടപ്പിലാക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന ക്രമസമാധാന പാലകരും സുരക്ഷിതരായിരിക്കുമെന്ന ഉറപ്പ് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ അധികാരം കൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? ഭരണകർത്താക്കളെ, സുരക്ഷിതത്വവും ഭയമില്ലാത്ത സഞ്ചാര സ്വാതന്ത്ര്യവും ഞങ്ങളുടെ കൂടി അവകാശമാണ്. അത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ.